എന്തിനേറെ പറയണം പ്രിയമുള്ളവരെ, നമ്മുടെ പരസ്പരം സഹോദരങ്ങള്, ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മക്കള് പോലും ഈ കാലഘട്ടത്തിൽ സ്വത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി തല്ലി പിണക്കങ്ങൾ തകർത്ത് പിണക്കങ്ങളുമായി, പടലപ്പിണക്കങ്ങളുമായി കഴിയുന്നവരല്ലേ? കോടതികൾ പോലും കയറി ഇറങ്ങുന്നവരില്ലേ? കൊലപാതകങ്ങൾ പോലും നടക്കുകയല്ലേ ഈ കാലഘട്ടത്തിൽ? എന്തിനു വേണ്ടി? സമ്പത്തിന് വേണ്ടി. ഒരു ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വന്ന മക്കള് പോലും പരസ്പരം തല്ലി കഴിയുകയാണ് അല്ലേ? അങ്ങനെയാകുമ്പോൾ നമുക്ക് പറയാൻ കഴിയുമോ ഈ ശഅബാൻ 15ന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ മഗ്ഫിറത്ത് എന്ന സൗഭാഗ്യം അല്ലാഹുവിന്റെ അടിമകൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ വിഭാഗം ആളുകൾ ഹൃദയത്തിൽ പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന, ഹൃദയം മലീമസമായി പോയ ആളുകൾക്ക് അത് കിട്ടൂല. എങ്ങും പോവേണ്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്കൊന്ന് വരി, നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്കൊന്ന് വരി. നമ്മുടെയൊക്കെ ഭാര്യമാർ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഉമ്മമാര്, ആ ഉമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ മരുമക്കള്, അവർ പരസ്പരം സന്തോഷത്തോടുകൂടി പോകുന്ന എത്ര വീടുകളുണ്ട്? ഒന്ന് ആലോചിച്ചു നോക്കി. നമ്മുടെയൊക്കെ വീടുകളിലെ നമ്മുടെ ഉമ്മമാര് അല്ലെങ്കിൽ അമ്മായി അമ്മമാരെന്ന് പരിചയപ്പെടുത്തുന്നവർ 24 മണിക്കൂറും കയ്യിൽ തസ്ബീഹ് മാലകളുമായിട്ട് കഴിയുന്നവരാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലി കഴിയുന്നവരാ ഇല്ലേ? ദിക്റുകളുമായി, തസ്ബീഹുകളുമായി, സ്വലാത്തുകളുമായി കഴിഞ്ഞുകൂടുന്നവരാ, ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടുന്നവരാണ്. പക്ഷേ അവരെ കുറിച്ചറിയണമെങ്കിൽ അവരുടെ വീടിന്റെ അടുക്കളയിലേക്ക് കയറി ചെല്ലണം. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ഓരോരുത്തരും അവരുടെ വിവാഹാലോചനകൾ നടത്തുമ്പോ, മക്കളുടെ കല്യാണാലോചനകൾ നടത്തുമ്പോ ആദ്യമായിട്ട് ചോദിക്കുന്നത് അടുക്കള എങ്ങനെയുണ്ടെന്നാ ചോദിക്കുന്ന ഇല്ലേ? നമ്മൾ ചോദിക്കാറുണ്ട് അടുക്കള എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അടുക്കള നല്ല വിശാലമായതാണോ, കാണാൻ നല്ല സൗന്ദര്യമുള്ളതാണോ എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന. നമുക്കറിയാം, അരിയാഹാരം കഴിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം അടുക്കള എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന്. ഓരോ പിതാക്കന്മാരും അവരുടെ മക്കളെ എങ്ങനെയാണ്, പെൺമക്കളെ കല്യാണം കഴിച്ചയക്കുന്നത്, എത്ര വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കല്യാണം കഴിച്ചയക്കുന്നത്. അതുപോലെ തന്നെയാണ് എന്റെ പ്രിയമുള്ളവരെ മറ്റുള്ളവരുടെ വീടുകളിൽ നിന്നും അവരുടെ പെൺമക്കളെയും നമ്മുടെ വീടുകളിലേക്ക് അയക്കുന്നതും അതുപോലെ തന്നെയാണ്. നാം നമ്മുടെ പെൺമക്കളുടെ വിഷയത്തിൽ എത്രത്തോളം നമ്മൾ സ്വപ്നങ്ങളും പ്രതീക്ഷ ആഗ്രഹങ്ങളും കൊണ്ട് നടക്കുന്നു, അതേപോലെ തന്നെയാണ് മറ്റൊരു വീട്ടിൽ നിന്നും നമ്മുടെ വീട്ടിലെ ആൺമക്കൾ കൊണ്ടുവരുന്ന പെൺമക്കളെയും പറഞ്ഞയക്കുന്നത്. അതുപോലെ തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഒരു 100 വീടെടുത്ത് പരിശോധിക്കുമ്പോൾ 90 വീടുകളുടെയും അകത്തളങ്ങളിൽ അമ്മായി അമ്മ പോലും മരുമക്കൾ പോലും നിലകൊള്ളുന്ന വീടുകളാണ് ഈ കാലഘട്ടത്തിൽ കഴിയുന്നത് എങ്കിൽ, ഇസ്തിഗ്ഫാറിന്റെയും തസ്ബീഹിന്റെയും തഹ്ലീലിന്റെയും സ്വലാത്തിന്റെയും നെറ്റിയിൽ നിസ്കാരത്തഴമ്പ് പോലും വെച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാര് പോലും ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ അടുക്കള പോരിലൂടെ ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ പരസ്പരം ഹൃദയത്തിൽ വിദ്വേഷവും വിധ്വംസനയും പകയും വെച്ചുകൊണ്ട് നടക്കുന്നവരായിട്ട് മാറുമ്പോ, നിസ്കാരമുണ്ട്, നിസ്കരിക്കുന്നവരാണ്, കൃത്യസമയത്ത് അവർ നിസ്കരിക്കുന്നവരാണ്, പരിശുദ്ധമായ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നവരാണെന്ന് മാത്രമല്ല ഒരു സുന്നത്ത് നോമ്പ് പോലും വിടുകയില്ല. ആ സുന്നത്ത് നോമ്പ് പിടിക്കുന്നതിനും ആവേശമാണ്. ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, എല്ലാ സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ്. അവരിങ്ങനെ ഇരിക്കുകയാണ് പരിശുദ്ധമായ ശഅബാനിന്റെ 15ാം രാവിൽ. അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ, എനിക്ക് നീ പുറത്തു തരണേ, എന്റെ ഇബാദത്തുകൾ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, തൊട്ടടുത്ത റൂമിലോ അവരുടെ പ്രിയപ്പെട്ട മരുമക്കൾ പൊട്ടിക്കരയുകയാണ്. ഈ അമ്മായി അമ്മ കാരണം എത്രയോ വേദനകളും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശഅബാൻ 15ന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ അടിമകളുടെ മുമ്പിൽ അവന്റെ മഗ്ഫിറത്തിന്റെ വിശാലമായ കാരുണ്യത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുമ്പോ ആദരവായ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ രാവിലെ അവന്റെ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും പുറത്തു കൊടുക്കുകയാണ്. രണ്ട് വിഭാഗം ആളുകൾക്കൊഴികെ. ഒന്നാമത്തെ വിഭാഗം മുശ്രിക്കാണെങ്കിൽ, രണ്ടാമത്തെ വിഭാഗം ആരാണ്? മുശാഹിനാണ്. പരസ്പരം പിണങ്ങി കഴിയുന്നവരാണ്. ഒരു വീട്ടിന്റെ ഉള്ളിൽ തന്നെ പരസ്പരം സഹോദരങ്ങൾ പിണങ്ങി കഴിയുകയാണ്. ഒരു വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഉമ്മയും മക്കളും പിണങ്ങി കഴിയുകയാണ്. അമ്മയും മരുമക്കളും പിണങ്ങി കഴിയുകയാണ്. പിന്നെങ്ങനെയാണ് പ്രിയമുള്ളവരെ ആ വീടിന്റെ ഉള്ളിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാര്, മഗ്ഫിറത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുക? എങ്ങനെയാ? ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. പ്രിയമുള്ളവരെ, ഇത് വളരെ നിസ്സാരമായി കാണാനുള്ളതല്ല. നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ നെറ്റിയിൽ നല്ല നിസ്കാര തഴമ്പും വെച്ചുകൊണ്ടിരുന്നാല്, അല്ലെങ്കിൽ ഹജ്ജൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് പോവുകയാണെന്നാ നമ്മുടെയൊക്കെ വിചാരം. അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹൃദയത്തിൽ വിദ്വേഷവും പടലപ്പിണക്കങ്ങളും പകയും ക്രൂരതയും കൊണ്ട് നടക്കുന്നവരുടെ അമലുകൾ പോലും അല്ലാഹു സ്വീകരിക്കൂല. അവരുടെ ഹജ്ജും നിസ്കാരം ഒന്നും സ്വീകരിക്കൂല. ഏതുവരെ? ഈ പകയും വിദ്വേഷമൊക്കെ മാറ്റിവെക്കുന്നവരെ. ഹദീസാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ മലക്കുകളിലൂടെ ഈ അമലുകളൊക്കെ അള്ളാന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുപോകും. നമ്മളൊക്കെ ചെയ്യുന്ന അമലുകൾ എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഫീ കുല്ലി യൗമി ഖമീസിൻ വ ഇസ്നൈൻ ഫയഗ്ഫിറുല്ലാഹു ഫീ ദാലിക്കൽ യൗമി ലികുല്ലി ഇംരിഇൻ. ഈ ദിവസങ്ങളിൽ അല്ലാഹു തആല ഈ അമലുകളൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷേ ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, ശിർക്ക് ചെയ്യുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ആരാണ്? ഇല്ലംറുഉൻ കാനത് ബൈനഹു വ ബൈന അഖീഹി ഷഹ്നാ. പരസ്പരം പിണങ്ങി കഴിയുന്നവർ, അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കൂല. അവരുടെയും അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. ഫയുഖാലു, അല്ലാഹു പറയപ്പെടും ആ സമയത്ത് അമലുകളുമായിട്ട് കയറി ചെല്ലുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ഉത്റുകൂ ഹാദൈൻ. ആ രണ്ട് വിഭാഗം ആളുകളെയും അവിടെ മാറ്റി നിർത്തി. അത് ആരാണെങ്കിലും ശരി, അത് പള്ളിയിലെ ഇമാമാണെങ്കിലും, നിസ്കാര തഴമ്പുള്ളവരാണ്, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തവരാണ്, എല്ലാം ആണെങ്കിലും ശരി. പള്ളിയിലെ ഇമാമ ശരി തന്നെയാണ്, ഭയങ്കര അമലുകളും പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ ഹൃദയത്തിൽ മുഴുവനും പകയും വിദ്വേഷവും വെച്ചുകൊണ്ട് നടക്കുക. അല്ലാഹു പറയാണ്, അമലുകളൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കും. ആ അമലുകളൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കീൻ. ആദ്യം അവർ രണ്ടുപേരും ഒന്ന് സുൽഹാകട്ടെ. ആദ്യം അവർ രണ്ടുപേരും പരസ്പരം എല്ലാം പറഞ്ഞ് എല്ലാം പറ്റിപ്പോയി, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനി നമുക്കൊന്ന് സന്തോഷത്തോടുകൂടി കഴിയാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒന്ന് ഇസ്തിലാഹാകട്ടെ, ഒന്ന് സുൽഹായിട്ട് വരട്ടെ. രണ്ടുപേരും ഒന്ന് മയപ്പെട്ട് പരസ്പരം ഇണങ്ങി കഴിയുന്നത് വരെ ആ നിസ്കാരവും ഹജ്ജും ഒക്കെ അവിടെ മാറ്റിവെക്കും. ആദ്യം അവർ നന്നാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചെറിയ കാര്യമല്ല ഹൃദയത്തിൽ ഈ വിദ്വേഷവും മറ്റും വെച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. എപ്പോഴും ദുആ ചെയ്യാൻ അല്ലാഹു പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആനാൻ. റബ്ബനാ ഗഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയാം ദുആ ചെയ്യാൻ, അല്ലാഹുവേ സത്യവിശ്വാസികളായ മുൻകഴിഞ്ഞു പോയ വിഭാഗത്തോട് എന്റെ ഹൃദയത്തിൽ ഒരു പകയും വിദ്വേഷവും ഒന്നും ഉണ്ടാകാതെ കാക്കണേ പടച്ചവനെ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ശഅബാൻ 15 അത് കിട്ടണമെങ്കിൽ, അത് ലഭിക്കണമെങ്കിൽ ആ രാത്രിയിൽ മൊത്തവും ഇരുന്ന് തൗബാക്കുടത്തിൽ കൈവെട്ടി, നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ, തൗബാക്കുടത്തിൽ കൈയിട്ടു എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആദ്യം എന്ത് ചെയ്യണം? അതൊക്കെ ചെയ്യണം. അത് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മുടെ വീടിന്റെ അകത്തിലേക്ക് ഇറങ്ങിയിട്ട് ആരോടാണോ നമ്മൾ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നത് അവരോട് പരസ്പരം പറ്റിപ്പോയി അതൊക്കെ ഒന്ന് മാറ്റിവെക്കും. ഇനി നമുക്ക് സന്തോഷത്തോടു കൂടി പോവാം. അങ്ങോട്ടും ഇങ്ങോട്ടും വന്നതും നിന്നതും പോയതും ഒക്കെ പോകട്ടെ. അതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, എന്റെ ഭാഗത്തുനിന്നും പ്രശ്നമുണ്ട്, നിങ്ങളുടെ ഭാഗത്തുനിന്നും പ്രശ്നമുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് പരസ്പരം സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉള്ളതെല്ലാം പറഞ്ഞു പൊരുത്തപ്പെടിച്ച്
അങ്ങോട്ട് പോയി എന്നിട്ട് ഫോൺ ചെയ്തിട്ട് എനിക്കങ്ങ് പൊരുത്തപ്പെട്ടേരണം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം? അങ്ങോട്ട് പോയി അസ്സലാമു അലൈക്കും പറഞ്ഞ് പരസ്പരം സലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായിട്ട് പൊരുത്തപ്പെടിച്ച് മുന്നോട്ട് പോയാൽ ഇൻഷാ അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ലൈലത്തുൽ ബറാഅത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഗുണമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും പൊരുത്തപ്പെട്ടു തരും, പുറത്തു തരും, അള്ളാന്റെ റഹ്മത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ആ ദിവസത്തിൽ എന്തെല്ലാം ഹൈറാത്തുകളുണ്ടോ, അള്ളാന്റെ കാരുണ്യം, അതുപോലെ തന്നെ ഭക്ഷണ വിശാലത, നമ്മുടെ ഒരു വർഷത്തേക്കുള്ള കണക്കെടുപ്പുകൾ നടത്തപ്പെടുന്ന രാത്രിയാണ് ശഅബാൻ 15ന്റെ രാത്രി. ഇതിനെല്ലാം നമുക്ക് ഗുണകരമായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മസിലും പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നതും പോയതും ഒക്കെ പരസ്പരം പൊരുത്തപ്പെടിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയ